ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ് കേട്ടോ. ഞാൻ കയ്യൂര് വീട്ടിലാണ്, എൻ്റെ സ്വന്തം വീട്ടിലാണ്. അപ്പോൾ ഇന്നലെ ജ്യോതിരെ കൂട്ടിക്കൊണ്ട് പോകൽ ചടങ്ങിന് വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ 2 ദിവസം നിന്നിട്ട് പോകാമെന്ന് വിചാരിച്ച് കുറേ ദിവസമായി ഇവിടെ വന്ന് ഇങ്ങനെ നിന്നിട്ട് കേട്ടോ. അന്നൊരു തവണ ഞാൻ വന്ന് സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി വന്നപ്പോൾ ഇവിടെ ആരും ഇല്ലായിരുന്നല്ലോ. അപ്പോൾ ഇന്നാണ് അമ്മയുണ്ട്. അമ്മയ്ക്ക് ഇന്നും ലീവായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് അമ്മ പോകും. അപ്പം 2 ദിവസത്തേന് അമ്മയും വീട്ടിലുണ്ടായിരുന്നു, പിന്നെ അനിയത്തിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് ഞാനും 2 ദിവസം നിന്നിട്ട് പോകാമെന്ന് വിചാരിച്ച് അങ്ങനെ രാവിലെ എണീറ്റ് വന്ന ഭാഗമാണ് കേട്ടോ കണ്ടത്. കുറച്ച് താമസിച്ചാണ് എണീറ്റ്. ഇന്നലെ വർത്തമാനമൊക്കെ പറഞ്ഞിരുന്ന് കിടന്നപ്പോൾ ഒരു സമയമായിട്ടുണ്ടായിരുന്നു. ജ്യോതി മാത്രം കുറച്ച് നേരത്തെ കിടന്നു കേട്ടോ. അവൾക്ക് ഭയങ്കര ക്ഷീണവും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഞങ്ങൾ പിന്നെയും വർത്തമാനമൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരുന്ന് സമയം ഒരുപാടായി കിടന്നപ്പോൾ കേട്ടോ. എണീറ്റ് വന്നപ്പോഴും അതുപോലെ ഒരുപാട് സമയമായിട്ടുണ്ട്. അച്ഛൻ രാവിലെ എണീറ്റ് കുളിച്ച് വിളക്കൊക്കെ കത്തിച്ചത് വെട്ടാൻ പോകാനുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ. എണീറ്റ് വന്നതേ അമ്മയുടെ വക ചായയൊക്കെ ഇട്ട് ഞങ്ങൾ ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്വന്തം വീട്ടിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ എല്ലാവർക്കും ഒരു പ്രത്യേക മടിയായിരിക്കുമല്ലോ. എണീക്കാനും മടി, പണിയെടുക്കാനും മടി, അങ്ങനെ അതുപോലെ മടി പിടിച്ച് ഞാനും ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. പിന്നെ ഇന്നിപ്പോൾ അമ്മ വീട്ടിലുള്ളതുകൊണ്ട് കുഴപ്പമില്ല കേട്ടോ. ചായയുടെ സമയമാകുമ്പോൾ ചായ വരുന്നു, ചോറിൻ്റെ സമയമാകുമ്പോൾ ചോറ് വരുന്നു, അങ്ങനെയാണ്. അമ്മ ഇല്ലാത്തപ്പോൾ ഇവിടെ വന്നാൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ തന്നെ ചെയ്യേണ്ടതായിട്ട് ഒരു ഉണ്ടാക്കി പിറക്കിയൊക്കെ തിന്നണം. അമ്മയുള്ളപ്പം നമ്മൾ വരികയാണെങ്കിൽ എല്ലാ കാര്യങ്ങളും അമ്മ നോക്കിക്കോളൂ കേട്ടോ. പിന്നെ ഞാൻ എന്തെങ്കിലും അരിയാനും പറക്കാനൊക്കെ ഉണ്ട്, അരിഞ്ഞ് പറക്കിയൊക്കെ കൊടുക്കും. അമ്മ അതൊക്കെ ഉണ്ടാക്കി പറക്കി തന്നോളും കേട്ടോ. പിന്നെ ഞങ്ങൾ അടുക്കള കയറിയിട്ടുണ്ടെങ്കിലും താമസം. രാവിലെ ഉണ്ടാക്കേണ്ട കാപ്പി ഞങ്ങൾ ഉണ്ടാക്കി പറക്കി വരുമ്പോൾ 11:30 11:30 ആകുമ്പോഴത്തേക്കിന് ആകേണ്ട ചോറ് ഞങ്ങളാക്കി വരുമ്പോൾ 1:30 ആവും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളെ പറഞ്ഞിട്ട് അമ്മ തന്നെ എല്ലാം ചെയ്യും. ഇതിനിടയ്ക്ക് ഞങ്ങൾ വർത്താനം പറഞ്ഞ് വാചകം അടിച്ച് എല്ലാ സമയം പോയിട്ടുണ്ടായിരുന്നു കുറേ കേട്ടോ. അങ്ങനെ ഞാൻ കാപ്പിയൊക്കെ കുടിക്കുന്നു. കുഞ്ഞാപ്പിക്കും ചായയൊക്കെ കൊടുത്തു. അബി പിന്നെ നേരത്തെ എണീറ്റ് അമ്മച്ചിയുടെ ഒപ്പം എണീറ്റ് ചായയൊക്കെ ഇട്ട് തന്നെ കുടിച്ച് റെഡി ഇരിക്കുകയാണ് കേട്ടോ. അച്ഛൻ വെട്ടാനായിട്ട് പോവുകയാണ്. ചെറിയൊരു മഴ മൂടലുണ്ടായിരുന്നു, അതുകൊണ്ട് വെട്ടണോ വേണ്ടിയോ എന്നുള്ള ആശങ്കയിൽ നിൽക്കാമായിരുന്നു കേട്ടോ. അപ്പം അമ്മ പറഞ്ഞു പിള്ളേരൊക്കെ ഉള്ള ദിവസമല്ലേ, എന്നാൽ പിന്നെ ഇന്ന് ഇവിടെ ഇരിക്കാൻ പറഞ്ഞു. അപ്പം അച്ഛൻ പറഞ്ഞു എന്നാൽ പിന്നെ ഇരിക്കാമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞപ്പോഴത്തേക്കിന് മഴമൂടലൊക്കെ മാറി അങ്ങ് തെളിയുന്ന അന്തരീക്ഷമായിരുന്നു അന്ന്. പിന്നെ ഉള്ള വെട്ട് കളയണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് പിന്നെ അച്ഛൻ വെട്ടാനായിട്ട് പോയിട്ടുണ്ട്. നമ്മുടെ വീട്ടിൽ ഈ നേരെ മുകളിൽ കാണുന്ന റബ്ബർ തോട്ടത്തിലാണ് കേട്ടോ ഇന്ന് വെട്ടുന്നത്. 2 പ്ലോട്ടാണ് വെട്ടാനുള്ളത്. ഒന്ന് ഇവിടെയും പിന്നെ റോഡിൻ്റെ സൈഡിലായിട്ട് ഒരു പ്ലോട്ടും കേട്ടോ. അപ്പം ഇന്ന് ഇവിടെ ആയതുകൊണ്ടും ഇടയ്ക്കിടയ്ക്ക് ഓടി വരികയും കാണുകയും പിള്ളേരോട് വർത്തമാനം പറയുകയൊക്കെ ചെയ്യാം. അങ്ങനെ ഞങ്ങൾ കുറേ നേരം ചായയൊക്കെ കുടിച്ച് അതേപടി ഇങ്ങനെ ഇരുന്നു. എല്ലാവരെയും വീഡിയോയിൽ ഉൾപ്പെടുത്തണമെന്ന് തന്നെയാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ ഇവരാരും മുഖം തരുന്നില്ല കേട്ടോ. എന്നും അതെ, ഞാൻ ഫോൺ എടുക്കുന്ന കാണുമ്പോൾ അവർ ഓടിക്കളയും. എന്നെ എടുക്കല്ലേ എന്ന് പറഞ്ഞിട്ട് കേട്ടോ. പിന്നെ ഞാൻ നിർബന്ധിക്കാനായിട്ട് നിന്നില്ല. കാരണം ഇവരുടെ പുറകെ ഓടിയ എനിക്ക് കണ്ടൻറ് ഒട്ട് കിട്ടത്തുമില്ല, ഇവരൊട്ട് ഫേസ് തരത്തുമില്ല. പിന്നെ രഹസ്യമായി കുറച്ച് ഭാഗങ്ങളൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. അങ്ങനെ പിന്നെ പലരെയും കാപ്പി കൂടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം കറികളൊക്കെ ഒന്ന് ചൂടാക്കുകയാണ് കേട്ടോ. ഇത് ഇന്നലത്തെ കൂട്ടി ചിക്കൻ കറി ഇരിപ്പുണ്ടായിരുന്നു. ചിക്കൻ കറിക്ക് കുറച്ച് സഹായം ഞാനാണ് ചെയ്ത് കൊടുത്തത് കേട്ടോ. പിന്നെ അനിയത്തിൻ്റെ വകയായിട്ട് അവൾ മീൻ കറി വെച്ചു. പിന്നെ ഒരാൾ ക്യാബേജ് തോരൻ വെച്ചു, പുളിശ്ശേരിയൊക്കെ വെച്ച്. അങ്ങനെ അതിൻ്റെ എല്ലാം ബാലൻസ് കുറച്ച് ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ രാവിലെ എടുത്തൊന്ന് ചൂടാക്കുവാണ്. പിന്നെ അമ്മ കഞ്ഞിക്ക് വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട്. ബീൻസ് തോരനൊന്ന് ചൂടാക്കി, പിന്നെ ചിക്കന്, മീൻ എല്ലാം ഒന്ന് റെഡിയാക്കി കേട്ടോ. പിന്നെ ഇന്ന് നമുക്ക് കാപ്പിക്ക് ഉപ്പുമാവ് ഉണ്ടാക്കാനാണ് പ്ലാന്. അപ്പോൾ അതുകൊണ്ട് അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ ഒന്ന് അരിഞ്ഞു കൊടുത്തു. പച്ചമുളക്, ഇഞ്ചി, ഉള്ളി, പിന്നെ നമ്മുടെ ക്യാരറ്റ്, ബീൻസ്, വേപ്പില അതൊക്കെ എടുത്തൊന്ന് റെഡിയാക്കി കൊടുത്തിട്ട് ഞാൻ നേരെ പുറത്തോട്ട് ചാടി കേട്ടോ. ഇനി നിന്നാൽ ഇരട്ടിപ്പണി വരും എന്നുള്ളത് കൊണ്ടും നമ്മുടെ വീട്ടിൽ കിടന്ന് പണിയെടുത്ത് നമ്മൾ മടുത്തിട്ടാണല്ലോ ഇങ്ങോട്ട് വരുന്നത്. അപ്പോൾ ഇവിടെ വന്ന് കഴിയുമ്പോഴത്തേക്ക് ഇങ്ങനെ സൊറയൊക്കെ പറഞ്ഞ് ലാവിഷായിട്ട് ഇരിക്കാനുള്ളൊരു ടെൻഡൻസി ആയിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അത്യാവശ്യം കാര്യങ്ങൾക്കൊക്കെ ഒന്ന് കൂടിയിട്ട് ഞാൻ പതുക്കെ പുറത്തോട്ട് ഇറങ്ങി. പിന്നെ അമ്മയാണെങ്കിലും പറഞ്ഞു ഇവിടെ നിന്നിട്ടും കാര്യമില്ല, എല്ലാം പുറത്തോട്ട് പോകുമോ, ഞാൻ ഉണ്ടാക്കിക്കോളാം എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ പതുക്കെ അത്യാവശ്യം എല്ലാം ഒന്ന് ഒതുക്കി പറക്കിയൊക്കെ കൊടുത്തു. മിറ്റൊക്കെ അടിച്ച് ഞാൻ അരിഞ്ഞൊക്കെ കൊടുത്തു. പിന്നെ ജ്യോതിക്ക് പ്രത്യേകിച്ച് പണികളൊന്നും കൊടുത്തിട്ടില്ല കേട്ടോ. ആളവിടെ ഫ്രീ ആയിട്ട് ഇരിപ്പുണ്ട്. അപ്പോൾ ഞങ്ങൾ ചുമ്മാ പറമ്പിലോട്ട് ഇറങ്ങി താഴത്തെ വീട്ടിലോട്ടൊക്കെ ഒന്ന് ഇറങ്ങി കേട്ടോ. താഴത്തെ വീട് നമ്മുടെ സ്വന്തം തന്നെ വീടാണ് കേട്ടോ. ഇവിടെയാണ് ചാച്ചനും അമ്മയൊക്കെ പണ്ട് താമസിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ അവിടെ ആൾ താമസം ഇല്ലാതെ വലിയ ഐശ്വര്യത്തിലൊന്നുമല്ല, കുറച്ച് ഇടിഞ്ഞു പൊളിഞ്ഞ് കിടക്കുന്നത് കേട്ടോ. പക്ഷേ എന്നാലും അച്ഛൻ എന്നും വന്ന് തൂത്ത് തുടച്ചൊക്കെ ഇടും, വിളക്ക് വെക്കും. പിന്നെ അച്ഛൻ്റേതായ കുറച്ച്
സ്ഥാപന ജംഗമ വസ്തുക്കളൊക്കെ ഇവിടെയാണ് വെച്ചേക്കുന്നത് കേട്ടോ. മുണ്ടും ഷർട്ടും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ആളിവിടുന്ന് വന്ന് ഡ്രസ്സൊക്കെ ചേഞ്ച് ആക്കി എവിടെയെങ്കിലൊക്കെ പോകാനുണ്ടെങ്കിൽ പോകും. അങ്ങനെ സൂക്ഷിച്ച് കൊണ്ട് നടക്കുന്ന കേട്ടോ ഇപ്പം. അങ്ങനെ ഞങ്ങൾ വർത്താനമൊക്കെ പറഞ്ഞ് താഴെ കൂടി ഇങ്ങനെ പാര നടന്നപ്പോഴത്തേക്കിനും കാപ്പി കുടിക്കാൻ വേണ്ടിയിട്ട് വിളിച്ചു കേട്ടോ. പിന്നെ എല്ലാവരും വന്നിട്ട് ഉപ്പുമാവും ചായയൊക്കെ കഴിച്ച് ഞാൻ മാത്രം കുറച്ച് ചോറും നമ്മുടെ തലേ ദിവസത്തെ അയലക്കറി ക്യാബേജ് തോരനൂടെ കഴിച്ചു കേട്ടോ. ഇച്ചിരി ചോറുണ്ടായാലാണ് ഒരു സമാധാനം. പിന്നെ നമ്മൾ വീട്ടിൽ മിക്കപ്പോഴും തന്നെ ഉപ്പുമാവ് ഉണ്ടാക്കുന്നതായതുകൊണ്ട് എനിക്ക് അതിനോട് വലിയ മേച്ചില്ലായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ചോറൊക്കെ കൊണ്ടത്. അങ്ങനെ ചോറൂണലൊക്കെ കഴിഞ്ഞിട്ടും പിന്നെ ഇങ്ങനെ നടപ്പ് തന്നെ കേട്ടോ. പിന്നെ അമ്മയ്ക്ക് കുറച്ച് തുണിയൊക്കെ കഴുകാനുണ്ടായിരുന്നു, അതൊക്കെ അമ്മ അലക്കാനൊക്കെ ആയിട്ട് പോയി. ഞങ്ങളിങ്ങനെ ചുമ്മാ നടപ്പ് തന്നെ കേട്ടോ. പിന്നെ കുറേ നേരം ഹെഡ് മസാജൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചെയ്ത് കൊടുത്ത് പിന്നെ കുറച്ച് എണ്ണയൊക്കെ തേച്ച് അങ്ങനെ കുറേ നേരമൊക്കെ ഇരുന്ന് കേട്ടോ. രാവിലെ കുറച്ച് പെഡിക്യൂറൊക്കെ ചെയ്ത് വർത്താനമൊക്കെ പറഞ്ഞ് അതിൻ്റെയൊക്കെ വീഡിയോ എടുക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ അതിനൊന്നും ഇവളുമാർ ഇരുന്ന് തരത്തില്ലാത്തതുകൊണ്ട് അതിൻ്റെ ഒന്നും വീഡിയോ എടുക്കാനായിട്ട് പറ്റിയില്ല കേട്ടോ. പിന്നെ കുറച്ച് ചെടിയും പൂവും കായും ഒക്കെ കണ്ട് ഇങ്ങനെ നടന്നു. നമ്മുടെ ഇവിടെ അങ്ങനെ മിറ്റമൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഇങ്ങനെ പറമ്പിൽ കൂടെ ഇറങ്ങി നടക്കാൻ കിട്ടുന്ന അവസരങ്ങളൊക്കെ നമ്മൾ മുതലാക്കണമല്ലോ. അപ്പോൾ അതുകൊണ്ട് തൊടിയിൽ കൂടെയൊക്കെ ഇങ്ങനെ ചുമ്മാ നടന്ന് എന്തൊക്കെ അച്ഛൻ ഇവിടെ നട്ട് പിടിപ്പിച്ചിട്ടുണ്ടെന്നുള്ളതാണ് എൻ്റെ ആദ്യത്തെ നോട്ടം കേട്ടോ. പിന്നെ എന്തൊക്കെ സാധനം നമുക്ക് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളത്. ചെമ്പരത്തിയുടെ കമ്പ്, പിന്നെ ചെത്തിയുടെ കമ്പ്, റോസാക്കമ്പ്, പിന്നെ കേശവർദ്ധിനി, ഇങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഇവിടെ നട്ടുപിടിപ്പിക്കും കേട്ടോ. എന്നിട്ട് ഞങ്ങൾ വരുമ്പം ഒരു സെക്ഷൻ ആൾക്കാർ വരുന്നു, അതിൽ കൊണ്ടുപോകാൻ പറ്റുന്നതൊക്കെ വെട്ടിമുറിച്ച് കൊണ്ടുപോകുന്നു. ഇതൊക്കെ തന്നെ പരിപാടി കേട്ടോ. അത് പിന്നെ നമുക്ക് അങ്ങനെയാണല്ലോ, സ്വന്തം വീട്ടിൽ വന്നിട്ട് പോകുമ്പോഴത്തേക്കിനും എന്തെങ്കിലുമൊക്കെ കൊണ്ടുപോയില്ലെങ്കിൽ ഒരു സമാധാനക്കേടാണ്. അങ്ങനെ പിന്നെ പിള്ളേരെയും കൂട്ടി ഞങ്ങളിങ്ങനെ പറമ്പിൽ കൂടെ നടന്ന് കുറച്ച് ചെമ്പരത്തിയിലൊക്കെ പറിക്കാമെന്ന് വിചാരിച്ച്. എന്തായാലും വീട്ടിൽ വന്നപ്പോൾ കുറച്ച് താളിയൊക്കെ പറിച്ച് വിശദമായിട്ടൊരു കുളി പാസ്സാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ജ്യോതിയാണ് പറഞ്ഞു, എടി താളിയൊക്കെ തേച്ച് നമുക്കൊന്ന് കുളിക്കാമല്ലേ എന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ ഞങ്ങൾ കുപ്പിയിൽ എണ്ണയൊക്കെ ആയിട്ട് വന്ന് മുടിയിൽ എണ്ണയൊക്കെ ഇട്ട് കുളിക്കാനുള്ള പരിപാടിയിലാണ്. അപ്പോഴത്തേക്കിനും അച്ഛൻ വെട്ടൊക്കെ കഴിഞ്ഞ് വന്നിട്ട് പിന്നെ പാലെടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ. നേരെ മുകളിലത്തെ പറമ്പിലായതുകൊണ്ട് ഇറങ്ങി വന്നിട്ട് കാപ്പി കുടിച്ചിട്ട് പോകുന്ന ഭാഗമാണ്. പിന്നെ ജ്യോതി നട്ട കറിവേപ്പുണ്ടായിരുന്നു കേട്ടോ. അതിന്ന് പൂവും കായും ഒക്കെ വീണിട്ട് ഇവിടെ കുറേ തൈ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അവൾ പണ്ട് തോട്ടിൽ പോയപ്പം അവിടെ നിന്ന് പറമ്പിൽ നിന്ന് പറിച്ചുകൊണ്ടുവന്ന ഒരു കുഞ്ഞു പൊടി തൈ കേട്ടോ. അതിനെ കൊണ്ടുവന്ന് ഇത്രയും വലുതാക്കി എടുത്ത് അതിൻ്റെയും കുഞ്ഞുങ്ങളായിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അതൊക്കെ കണ്ട് കേട്ട് നടന്നപ്പോഴത്തേക്കും ജ്യോതി പറഞ്ഞു, എടീ ഇവിടെ ഇഷ്ടംപോലെ മുട്ടച്ചീരി ഉണ്ടെടീ, നമുക്കിതെല്ലാം കൂടെ പറിച്ച് തോരൻ വെക്കാം. അവളാണെങ്കിൽ ഇപ്പോൾ പ്രഗ്നൻ്റ് ആയും കൂടി ഇരിക്കുകയല്ലേ, ഇലക്കറികളൊക്കെ കഴിക്കുന്നത് നല്ലതാണല്ലോ. ഈയിടെ വന്നപ്പോൾ ഞാൻ കുറേ കൊണ്ടുപോയതാണ് കേട്ടോ. പക്ഷേ ഇവിടെ ഇഷ്ടം പോലെ ഉണ്ടാകുന്നുണ്ട്. നല്ല തളിരിലയാണ് കേട്ടോ. ഇടയ്ക്ക് മണ്ണും ഒന്നുമില്ലാതെ നല്ല സൂപ്പറായിട്ട് നിൽക്കുന്ന ഇല. അപ്പം ഞങ്ങളത് കുറേ ഇറുത്തെടുത്ത് കേട്ടോ. ഏറ്റവും കൂടെ അബിയും കുഞ്ഞാപ്പിയും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഉമ്മയുടെ പിള്ളേരൊക്കെ ഉണ്ട്. എല്ലാവരും ഇല പറിക്കലും പൂ പറിക്കലും കളിയും ബഹളവുമാണ് കേട്ടോ. പിള്ളേർക്കൊക്കെ ആണെങ്കിൽ സ്വർഗം കിട്ടിയാൽ ഓടാനും ചാടാനും പൂ പറിക്കാനും കഞ്ഞിക്കറി വെക്കാനും ഒക്കെ ഇടയുണ്ടല്ലോ. അപ്പം അതുകൊണ്ട് അങ്ങനെ ഞങ്ങൾ ഒരു കറിക്കുള്ള ചീരയും പറിച്ചു. പിന്നെ കുറച്ച് താളിയൊക്കെ പറിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇവിടെയാണ് ഇഷ്ടംപോലെ 5 തൽ ചെമ്പരത്തിപ്പൂവൊക്കെ ഉണ്ട്. അതെല്ലാം പറിച്ചെടുത്ത് ഇനി കുളിക്കാനുള്ള പരിപാടിയിലാണ് കേട്ടോ. അടുക്കളപ്പണി എല്ലാം ഉമേനെ ഏൽപ്പിച്ച് എല്ലാം അരിഞ്ഞ് പറക്കിയൊക്കെ കൊടുത്തു, ജ്യോതിയും ഞാനും കൂടെ. പിന്നെ അമ്മ അത് കാലാക്കും പരിപാടിയൊക്കെ ചെയ്തോളൂല്ലോ. അപ്പോൾ അടുക്കള ഏരിയ പണ്ട് മുതൽ ഉമയുടെ വിഭാഗമാണ് കേട്ടോ. കുഞ്ഞായിരുന്നപ്പം മുതലത് അവൾ എന്നേലൊക്കെ ഉണ്ടാക്കും, ഞങ്ങളിങ്ങനെ അത് തിന്ന് തീർക്കും. ഇത് തന്നെ പരിപാടി. നന്നായിട്ട് കുക്കൊക്കെ ചെയ്യും കേട്ടോ. അങ്ങനെ അവളെ ഏൽപ്പിച്ചിട്ട് ഞങ്ങൾ പറമ്പിൽ കൂടെ ഇങ്ങനെ ചൊറിഞ്ഞും മന്തിയൊക്കെ നടക്കാമായിരുന്നു. അങ്ങനെ നോക്കിയപ്പോഴാണ് കുറച്ച് മഞ്ഞൾ അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഞങ്ങളതൊന്ന് പിഴുത് നോക്കി അതിൻ്റെ ചോട്ടിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് കുറച്ച് കഷ്ണങ്ങൾ ഉണ്ടായിരുന്നു. അതെല്ലാം പറിച്ചെടുത്ത് നന്നായിട്ടൊന്ന് കഴുകി എടുത്തിട്ടുണ്ട്. മഞ്ഞളൊക്കെ തേച്ച് ജ്യോതിനെ ഇത് കുളിപ്പിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ മഞ്ഞളൊക്കെ എടുത്ത് വെച്ചതിന് ശേഷം വന്നിട്ട് തുണി കഴുകാനുള്ളതൊക്കെ ഒന്ന് കഴുകിയിട്ട് പിള്ളേരുടെ ഡ്രസ്സ് മാത്രം ഞാൻ കഴുകിട്ടോ. ബാക്കി കട്ടിയുള്ള സാധനങ്ങളൊക്കെ അമ്മ അലക്കി. പിന്നെ നമ്മുടെ താളിയുടെ കൂടെ ചേർക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കേശവർദ്ധനയും കൂടെ പറിച്ചെടുത്ത് കേട്ടോ. അപ്പോഴത്തേക്കിനും അമ്മ അലക്കും കുളിയൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ട് പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. പിന്നെ സാരി ഉടുപ്പിച്ച് തരുമോ എന്ന് ചോദിച്ച് വന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് നന്നായിട്ട് സാരി ഉടുപ്പിക്കാൻ അറിയാമെന്നാണ് അമ്മയുടെ ഒരു നിഗമനം. എനിക്ക് അത്ര നന്നായിട്ടൊന്നും അറിയത്തില്ല, സ്വന്തമായിട്ട് ഉടുക്കാൻ ഒട്ടും അറിയത്തില്ല കേട്ടോ. പിന്നെ മറ്റുള്ളവരെ ഉടുപ്പിക്കാൻ വശമുണ്ട്. അങ്ങനെ അമ്മയുടെ ആഗ്രഹപ്രകാരം സാരിയൊക്കെ ഉടുപ്പിച്ച് കൊടുത്തു. പിന്നെ അത് കഴിഞ്ഞപ്പോഴാണ് ജ്യോതി പറഞ്ഞിട്ട് എൻ്റെ മുടിയുടെ അറ്റം ഒന്ന് ചെറുതായിട്ട് ലെവൽ ചെയ്ത് തരാമോ, ഒന്ന് കയറി ഇറങ്ങിയാൽ കിടക്കുന്നതെന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ അവളുടെ മുടിയുടെ അറ്റമൊക്കെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുത്തു. പിന്നെ ഞാനിത് എണ്ണയൊക്കെ ഒന്ന് തേച്ച് കുളിക്കാനുള്ള പരിപാടിയിലാണ്. ഉമ അടുക്കളപ്പണിയൊക്കെ കഴിഞ്ഞിട്ട് നേരത്തെ കുളിച്ചു കേട്ടോ. അതിന് പിള്ളേരെയും കുളിപ്പിച്ച് ഞാനൊന്ന് കുളിച്ചാൽ മാത്രം മതി.
അങ്ങനെ ജ്യോതിയുടെ തലയിൽ താളിയൊക്കെ തേച്ച് കൊടുത്തു, എണ്ണയൊക്കെ ഇട്ട് കൊടുത്ത് അവളെ കുളിപ്പിക്കാൻ വിട്ടു കേട്ടോ. മഞ്ഞളൊക്കെ അരച്ച് തേച്ച് കുറച്ച് നേരം ഇരുത്തിയിട്ട്, ഇതൊക്കെ കുറേ സമയമെടുത്ത പരിപാടിയാണ് കേട്ടോ, പെട്ടെന്നൊന്നും അല്ല. ഞങ്ങൾ കുറേ നേരം വർത്താനമൊക്കെ പറഞ്ഞിരുന്ന് തലയൊക്കെ മസാജ് ചെയ്ത് എണ്ണയൊക്കെ ഇട്ട് കുറേ നേരം ഇരുന്ന് കഴിഞ്ഞിട്ടാണ് അപ്പോഴേക്ക് അച്ഛൻ ദാ പാലെടുക്കലൊക്കെ കഴിഞ്ഞ് വന്ന് അമ്മ ദാ പോകാൻ നിൽക്കുന്നു. ഞാൻ പിന്നെ വേഗം ചീരയും കൂടെ അരിഞ്ഞു കൊടുത്തോട്ടോ, അവൾ കറി വെച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ട് ചീര അരിഞ്ഞു, പുളിശ്ശേരിയൊക്കെ ആക്കി, ഫുഡൊക്കെ ആക്കി അമ്മ ചോറിട്ടിട്ട് ഇതാ പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. അങ്ങനെ ഇതാ 2 ദിവസത്തെ ലീവൊക്കെ കഴിഞ്ഞ് അമ്മ വീണ്ടും ഡ്യൂട്ടിക്ക് വേണ്ടി പോവുകയാണ്. ഇനി ക്രിസ്മസിനാണ് കേട്ടോ വരുള്ളൂ. അപ്പം അച്ഛനും കൂടെ പോകുന്നുണ്ട്, കുറുമണ്ണ് വരെ കൊണ്ടേ ആക്കാമെന്ന് പറഞ്ഞിട്ട്. അവിടുന്ന് പിന്നെ നമ്മൾ അവിടുത്തെ അമ്മ നിൽക്കുന്ന വീട്ടിലെ ചേച്ചിയൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ കൂടെ അങ്ങ് പൊക്കോളും ആൾ. അപ്പം അതുകൊണ്ട് കുഴപ്പമില്ല. അങ്ങനെ ടാറ്റയൊക്കെ തന്ന് പോവാണ് കേട്ടോ. അച്ഛൻ പിന്നെ കുറുമണ്ണല്ലേ പോവല്ലേ, അപ്പം പച്ചക്കറിയും അരിയും ഒക്കെ മേടിച്ചുകൊണ്ടിരാന്ന് പറഞ്ഞിട്ട് അച്ഛനും അങ്ങ് പോയി. ഇനി വന്നിട്ട് ഷീറ്റ് അടിക്കാനൊക്കെ ഉണ്ട് കേട്ടോ. ഞാനും കുറച്ച് കഴിയുമ്പോൾ പോകും, കാരണം വീട്ടിൽ 2 ദിവസത്തേനുള്ള ചോറൊക്കെ വെച്ചിട്ടാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ ഇന്ന് അതിൻ്റെ വെടിക്കെട്ടൊക്കെ തീരും. അപ്പോൾ അതുകൊണ്ട് വൈകിട്ട് പണിയൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്കിനും ഫുഡൊക്കെ വേണമല്ലോ എന്ന് വിചാരിച്ചിട്ട് തന്നെയില്ല കൂട് വരാൻ തുടങ്ങി. ഞാൻ ഒരാഴ്ച നിൽക്കുമെന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത് കേട്ടോ. പക്ഷേ ഇവിടെ വന്ന് 2 ദിവസം കഴിയുന്നതിന് എപ്പോഴാണ് വരുന്നതെന്ന് ചോദ്യം തുടങ്ങി. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ച് ഇന്ന് വൈകിട്ട് അങ്ങ് പോയേക്കാമെന്ന് വിചാരിച്ച്. പിന്നെ എല്ലാവരും ഇന്ന് വൈകിട്ട് പോകും. പിന്നെ നാളെ എനിക്ക് വീട്ടിൽ ചെന്നിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് കഴിയുമ്പോൾ പോകാം. ഓട്ടോറിക്ഷ പറഞ്ഞിട്ടുണ്ട്, പേട്ട വരെ കൊണ്ടുവിടാമെന്ന് അച്ഛൻ പറഞ്ഞു കേട്ടോ. പിന്നെ അവിടെ നിന്ന് അങ്ങ് പോയാൽ മതിയല്ലോ. അങ്ങനെ ഇതാ അച്ഛൻ അരിയൊക്കെ കൊണ്ടുവന്ന് വന്നപ്പോഴും ഞാൻ കുളിയൊന്നും നനയ്ക്കാതെയും കുളിക്കാതെയും നിൽക്കാമായിരുന്നു കേട്ടോ, വർത്താനൊക്കെ പറഞ്ഞു. അപ്പോൾ പിന്നെ അരി എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ വഴി വരെ ഒന്ന് പോയി. അങ്ങനെ ഞാനും അച്ഛനോട് അരിയും മേടിച്ച് സാധനങ്ങളൊക്കെ ചുമന്നുകൊണ്ടിന്ന് വീട്ടിലാക്കി കേട്ടോ. ജ്യോതി പിന്നെ പെട്ടെന്ന് പോയി കുളിച്ച് റെഡിയായിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുമെന്ന് പറഞ്ഞപ്പോഴത്തേക്കിനും തല കുമ്പിട്ടിരിക്കുകയാണ്, തല നിവർത്തുന്നില്ല, ഓട്ടക്കണ്ണ് ഇട്ട് നോക്കുന്ന ഈ വീഡിയോ കാണാം കേട്ടോ. അപ്പം അങ്ങനെ പിന്നെ അച്ഛൻ വന്നപ്പോഴത്തേക്കിനും മത്തിയൊക്കെ മേടിച്ചുകൊണ്ട് നിന്നിട്ടുണ്ടായിരുന്നേ. അപ്പം ഞാൻ കുളിക്കാതെ നിന്നത് ഭാഗ്യമായി, വേഗം മത്തിയും കൂടെ വെട്ടിയിട്ട് കുളിക്കാമെന്ന് വിചാരിച്ച്. അല്ലെങ്കിൽ ഉമ്മ പറഞ്ഞു ഞങ്ങളെല്ലാവരും കുളിച്ചില്ലേ, ഇനി മത്തിയും കൂടെ വെട്ടിയിട്ട് നീ കുളിച്ചാൽ മതി എന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ പിന്നെ അവളൊരു ബക്കറ്റിൽ വെള്ളവും പാത്രത്തിൽ ഉപ്പും ഒക്കെ ആയിട്ട് എന്നെ പറമ്പിക്കൊണ്ട് ഇരുത്തി മത്തി വെട്ടുന്ന പരിപാടിയിലേക്ക് പതുക്കെ കടന്നു കേട്ടോ. അങ്ങനെ മത്തിയൊക്കെ നന്നായിട്ട് ക്ലീൻ ആക്കി എടുക്കുന്നുണ്ട്. നല്ല കുഞ്ഞു മത്തിയായിരുന്നു, നല്ല രുചിയുള്ളതായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. പക്ഷേ ഒത്തിരി ഇങ്ങനെ അളിഞ്ഞു പോകത്തെക്കൂട്ട് മത്തിയായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് വറുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും, കുഞ്ഞു മത്തിയും കൂടെ ആയതുകൊണ്ട്. പിന്നെ നല്ല നെയ്യും ഉണ്ടായിരുന്നു. കുറച്ച് സമയം എടുത്ത് 2 കിലോ അടുത്ത് മത്തി ഉണ്ടായിരുന്നു, 2 കിലോ മിച്ചം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം വെട്ടിയെടുക്കാൻ കുറച്ച് സമയം എടുത്ത്. പിന്നെ വർത്താനം പറഞ്ഞിങ്ങനെ ആയതുകൊണ്ട് സമയം പോയതായി അറിഞ്ഞില്ല കേട്ടോ. ഞാനാണെങ്കിൽ ഒരു പാറയുടെ മണ്ടയിലാണ് ഇപ്പോൾ ഇരിക്കുന്നത്. അപ്പുറം ഇപ്പുറമൊക്കെ കസേരയിട്ട് പിള്ളേരും ജ്യോതിയും ഉമയും എല്ലാം വന്നിരിക്കുകയാണ് കേട്ടോ. ആബി പിന്നെ എനിക്ക് വെള്ളമൊക്കെ ഒഴിച്ച് തന്ന്, അവരെയും കുളിപ്പിക്കാൻ ആളായതുകൊണ്ട് മീനിൻ്റെ അടുത്ത് വരകിയിട്ട് ഞാനൊന്നും പറഞ്ഞില്ല കേട്ടോ. പിന്നെ പറമ്പിലിരുന്ന് പതുക്കെ അത്തിയൊക്കെ വെട്ടി കൊടിയിലൊക്കെ ഇട്ട് തേച്ചൊരച്ച് കഴുകി വൃത്തിയാക്കി പിറക്കി എടുത്ത് കേട്ടോ. കുറേ സമയം എടുത്ത് ഇരുന്നിരുന്ന് എൻ്റെ പുറം പൊട്ടാനായിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പറമ്പിലോട്ട് ഇത് കൊണ്ടുവന്നത് ഉളുമ്പാക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. പക്ഷേ ഇവിടെ ഭയങ്കര കൊതുകിൻ്റെ ശല്യം വരുന്നു. അയ്യോ കൊതുക് കുത്തി എനിക്ക് ചൊറിയാനും പറ്റത്തില്ല, ഭയങ്കര ബുദ്ധിമുട്ടിയാണ് കേട്ടോ ഞാൻ വെട്ടി റെഡിയാക്കി എടുത്തത്. പക്ഷേ നല്ല സൂപ്പർ മത്തി, നെയ്മത്തിയാണ് കേട്ടോ, കുഞ്ഞൻ മത്തി, കേടൊന്നുമില്ലാത്ത. ചിലതിങ്ങനെ പെട്ടെന്ന് നമ്മൾ വൃത്തിയാക്കുമ്പോഴത്തേക്കിന് അളിഞ്ഞളിഞ്ഞ് പോകൂലേ, അപ്പോൾ അങ്ങനെയൊന്നുമില്ലാത്ത നല്ല മത്തിയായിരുന്നു. അങ്ങനെ എല്ലാം ക്ലീനാക്കി ഉമേനെ ഏൽപ്പിച്ച് കേട്ടോ. വറുത്തോളാൻ പറഞ്ഞ് ഫുള്ള് നല്ല പച്ച കുരുമുളക് നിൽപ്പുണ്ട്, അതും കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ടിട്ട് നന്നായിട്ട് വറക്കാനുള്ള പരിപാടിയിലാണ് കേട്ടോ. വേറെ മസാലയൊന്നുമില്ലാതെ അത് നല്ലൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. പിള്ളേർക്കെല്ലാം അത് ഇഷ്ടമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് കുരുമുളകൊക്കെ അരച്ചതാവുമ്പോൾ അവിടെ വറുത്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഞാൻ വേഗം പോയി കുളിച്ച് കേട്ടോ. കുളിച്ചിട്ട് വന്നപ്പോഴത്തേക്കിനും ഫുഡൊക്കെ ആയിട്ടുണ്ടായിരുന്നു. പിന്നെ പിള്ളേർക്കും വാരി കൊടുത്ത് ഞാനും ഫുഡൊക്കെ കഴിച്ച് ഇനി നമ്മളും പതുക്കെ പോകാനുള്ള പരിപാടിയിലാണ് കേട്ടോ, ഒരുങ്ങണം. പിന്നെ ഓട്ടോയ്ക്ക് ആയതുകൊണ്ട് കുറച്ച് താമസിച്ചാലും കുഴപ്പമില്ല എന്ന് വിചാരിച്ചാണ് സമയം ഇരുന്നിരുന്ന് പോയത് കേട്ടോ. ഇപ്പം തന്നെ ഏകദേശം വൈകിട്ടാകാറായിട്ടുണ്ട്. അങ്ങനെ പിന്നെ എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് പിന്നെയും കുറച്ച് നേരം ഇരുന്ന് കഴിഞ്ഞിട്ട് ഞങ്ങൾ വേഗം എന്താ പോകാൻ വേണ്ടിയിട്ട് ഒരുങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇങ്ങോട്ട് വന്നപ്പോൾ ഒരു കുഞ്ഞ് ഹാൻഡ് ബാഗും പിന്നെ ഇവരുടെ 1-2 ഡ്രസ്സുകൾ മാത്രമേ ഉള്ളായിരുന്നു. അങ്ങോട്ട് പോയപ്പോഴത്തേക്കിന് 2 കൂട് നിറച്ച് സാധനങ്ങളുണ്ട് കേട്ടോ. ഇവരെയും കൊണ്ട് ബസ്സിന് കയറി പോകൽ ഇനി ചടങ്ങാണ്. പ്രത്യേകിച്ച് ഞാൻ സാരിയും കൂടി ഉടുത്തത് കൊണ്ട്. അപ്പം ഞാൻ പേട്ട വരെ പോകാൻ ഒത്തില്ലെങ്കിലും പനക്കപ്പാലം ചെന്നിട്ട് അവിടുന്ന് പേട്ട ബസ്സിന് കയറിയാൽ നേരെ സ്റ്റാൻഡിനകത്ത് പോയി ഇറങ്ങുക. പിന്നെ അവിടുന്ന് ഓട്ടോ വിളിച്ച് വീട്ടിലോട്ട് പോരാമെന്ന് വിചാരിച്ച് അങ്ങനെ നേരെ ഓട്ടോറിക്ഷയിൽ കയറി പനക്കപ്പാലം എത്താറായപ്പോഴത്തേക്കിനും കുഞ്ഞാപ്പി കിടന്ന് ഉറങ്ങി കേട്ടോ.
പിന്നെ ഞാൻ ഒരു തരത്തിൽ പനക്കപ്പാൽ എത്തിയപ്പോൾ അവനെ വിളിച്ചെണീപ്പിച്ച് തൊട്ടടുത്തുള്ള കടയിൽ നിന്ന് ജ്യൂസൊക്കെ മേടിച്ചപ്പോഴത്തേക്കിനും വണ്ടി വന്ന് അങ്ങനെ പേട്ടയിൽ വന്നിറങ്ങി നേരെ ഒരു ഓട്ടോറിക്ഷ വിളിച്ച് അപ്പോഴത്തേക്കിനും ഉറക്കമൊക്കെ കഴിഞ്ഞ് ആളിതാ കണ്ണ് തുറന്ന് ഒരു തരത്തിലാണ് ഞാൻ ഇവരെയും വെച്ച് കൂടും ബാഗും എല്ലാം ആയിട്ടൊന്ന് പേട്ട എത്തിച്ച് കേട്ടോ. അങ്ങനെ പിന്നെ അവിടെ നേരെ ഓട്ടോറിക്ഷയ്ക്ക് വീട്ടിൽ വന്നൊന്ന് ഫ്രഷൊക്കെ ആയി കട്ടൻ ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. വീട്ടിൽ നിന്ന് പോകുന്നതിൻ്റെ ഒരു ഹാങ് ഓവർ എനിക്കുണ്ട്. എനിക്ക് ഇന്ന് പോരാൻ സത്യം പറഞ്ഞാൽ എനിക്ക് മനസ്സില്ലായിരുന്നു. 2 ദിവസം അവിടെ നിൽക്കണം എന്നുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ക്രിസ്മസിനാകാമെന്ന് വിചാരിച്ചു. അമ്മയും പോയി, പിന്നെ ഇങ്ങനെ ഞാൻ ഏട്ട ഇവിടെ തന്നെയും കൂടെ അല്ലേ, അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ പോകുന്നേ ചേട്ടാ. പിന്നെ നാളെ എനിക്ക് വേറൊരു അത്യാവശ്യം കൂടെ ഉണ്ട്, അതാണ് ഞാൻ മെയിനായിട്ട് പോകുന്നതിൻ്റെ കാര്യം. അങ്ങനെ വീട്ടിൽ വന്ന് ചായയൊക്കെ ഇട്ട് കുടിച്ചു, കഞ്ഞി അടുപ്പിലിട്ട് കറിക്കുള്ള വെള്ളമൊക്കെ വെച്ചു, അടിച്ച് വാരി തുടച്ച്. കാര്യം 2 ദിവസം ഞാൻ വീട്ടിൽ നിന്ന് മാറുള്ളെങ്കിലും വീട്ടിലോട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കിനും ഒരുപാട് പടികൾ എൻ്റെ കണ്ണിൽപ്പെട്ടു കേട്ടോ. പിന്നെ അതെല്ലാം ചെയ്ത് അടിച്ച് തുടച്ച് ക്ലീൻ ചെയ്ത് വിളക്കൊക്കെ വെച്ച് പ്രാർത്ഥിക്കുന്ന ഭാഗമാണ്. അപ്പം ഇന്ന് അത്താഴത്തിന് പയർ ഉലർത്താം, പിന്നെ നമ്മുടെ വഴുതനങ്ങ ഒരെണ്ണം ഇരിപ്പുണ്ട് കേട്ടോ. അപ്പോൾ അത് തോരൻ വെക്കാമെന്ന് വിചാരിച്ചു. പിന്നെ നമ്മൾ ഇട്ട് വെച്ച അച്ചാറുകളൊക്കെ ഇരിപ്പുണ്ട്, അപ്പോൾ അതൊക്കെ മതി നമുക്ക് വൈകിട്ടത്തേക്കിന്. പിന്നെ കുറച്ച് തുണിയൊക്കെ ഉണ്ടായിരുന്നു, എല്ലാം കഴുകി എല്ലാം വിരിച്ചിട്ടിട്ടാണ് കേട്ടോ പോലെ. അതൊക്കെ ഒന്ന് മടക്കി ഒതുക്കി പറക്കി വെക്കണം. ഏട്ടിട്ട് ഷർട്ടൊക്കെ കുറച്ചൊന്ന് തേക്കാനൊക്കെ ഉണ്ട്. 2-3 ദിവസത്തെ കഴുകാനൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഞാൻ പിന്നെ വാഷിംഗ് മെഷീനകത്തേക്ക് ഇട്ട് കഴുകി വെക്കാം, നാളെ വിരിക്കാമെന്ന് വിചാരിച്ച്. അങ്ങനെ വിളക്കുകയും പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് തുണിയൊക്കെ മടക്കണം, കറിയൊക്കെ വെക്കണം. ഇനി പിന്നെ പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല, എന്നത്തെയും പോലെ ഏട്ടയൊക്കെ വന്നു കഴിഞ്ഞിട്ട് ഫുഡൊക്കെ കഴിക്കണം. കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ടായിരുന്നു, അപ്പോൾ അതിൻ്റെ ലിസ്റ്റൊക്കെ എഴുതി എല്ലാം റെഡിയാക്കി എല്ലാം വെച്ചു. ഇനി വൈകിട്ട് വിളിക്കുമ്പോഴത്തേക്കിനും പറഞ്ഞൊക്കെ കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങൾ. ഒരു ഡേ ഇൻ മൈ ലൈഫ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ഇനി കുറച്ചുകൂടെ ഉണ്ട് ഭക്ഷണമൊക്കെ കഴിക്കുന്നത്, അത് വലിയ കാര്യമായിട്ടില്ല കേട്ടോ. ഫുഡൊക്കെ കഴിക്കുന്നു, നമ്മൾ എവിടെയെങ്കിലൊക്കെ ചേരുന്നു, അത്രയേ ഉള്ളൂ. നാളെ എനിക്കൊരു അത്യാവശ്യം സ്ഥലം വരെ പോകാനുള്ളത് കൊണ്ട് നാളത്തേനും കൂടെ കൂട്ടി കുറച്ച് കറിയങ്ങ് ആക്കി വെക്കുകയാണ് കേട്ടോ. അപ്പോൾ രാവിലെ എനിക്ക് എളുപ്പമുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് പയർ മസാല, ചിക്കൻ മസാലയൊക്കെ ഇട്ട് ആക്കിയിട്ടുണ്ട്. അതാകുമ്പോഴത്തേക്കിനും എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് ചിക്കൻ മസാല ഇട്ട്. പല രീതിയിൽ ഞാൻ കറി വെക്കുമെന്ന് ഞാൻ പണ്ടേ പറഞ്ഞിട്ടുണ്ട്. ഇടയ്ക്ക് ഞാൻ ചിക്കൻ മസാലയൊക്കെ ഇട്ട് കറി വെക്കും, ഇടയ്ക്ക് ഇടിച്ചുലർത്തും, ഇടയ്ക്ക് തോരനാക്കും, ചാറാക്കും, അങ്ങനെ പല പല വെറൈറ്റികളിൽ നമ്മൾ കറിയാക്കും. ഇതും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, ഇങ്ങനെ ചിക്കൻ മസാല ഇട്ട് പയർ ആക്കുന്നത്. അങ്ങനെ കറിയൊക്കെ റെഡിയായി, പണികളൊക്കെ ഏകദേശം ഒതുങ്ങി. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ ഒരു ദിവസം. അങ്ങനെ നമുക്കിനി അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ അതുവരെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റ ബൈ ബൈ, സീ യു. വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഒപ്പം തന്നെ തൊട്ടടുത്തൊരു കുഞ്ഞ് ബെൽ ബട്ടൺ ഉണ്ട്, അതൊന്ന് പ്രസ് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷനോട് കൊടുക്കുക കേട്ടോ. അപ്പോൾ അത്രേ ഉള്ളൂ, വീണ്ടും കാണാം.